പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ആപ്ലിക്കേഷന്റെ പേര് നേറ്റീവ് ക്ലിപ്ബോർഡ് മാനേജർ എന്നാണ്. ഇതിന്റെ ഉപയോഗം എന്താണെന്നാൽ, നാം എന്തെങ്കിലും ടെക്സ്റ്റ് കോപ്പി ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൊബൈലിൽ എഴുതി കാണിക്കാറുണ്ട് കോപ്പി ടു ക്ലിപ്ബോർഡ്. ക്ലിപ്ബോർഡിലേക്ക് ഇത് കോപ്പി ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് എഴുതി കാണിക്കാറുണ്ട്. പക്ഷെ നമുക്ക് ഈ ക്ലിപ്ബോർഡ് നമ്മുടെ മൊബൈലിൽ കാണാൻ സാധ്യമല്ല. അതിനായി മറ്റൊരു ആപ്ലിക്കേഷന്റെ സഹായം വേണ്ടിവരും. അത്തരത്തിൽ നാം നമ്മുടെ മൊബൈലിൽ കോപ്പി ചെയ്യുന്ന ഫയലുകൾ നമുക്ക് എത്ര നാളുകൾ കഴിഞ്ഞാലും വീണ്ടും കാണാനും അതെടുത്ത് യൂസ് ചെയ്യാനുമുള്ള ഒരു ആപ്ലിക്കേഷനാണ് നേറ്റീവ് ക്ലിപ്ബോർഡ് മാനേജർ എന്ന ആപ്ലിക്കേഷൻ. ഇത് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. പ്ലേ സ്റ്റോറിൽ നിന്നും ആവശ്യമുള്ളവർക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. പ്ലേ സ്റ്റോറിൽ നേറ്റീവ് ക്ലിപ്ബോർഡ് മാനേജർ എന്ന് ടൈപ്പ് ചെയ്താൽ നമുക്ക് ഈ ആപ്ലിക്കേഷൻ കണ്ടെത്താനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കുന്നതാണ്. നാം ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫോണിലെ സെറ്റിംഗ്സിൽ അക്സസിബിലിറ്റി സെറ്റിംഗ്സ് ഓൺ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിലേക്ക് നാം ആദ്യം കിടക്കുകയാണ്. ഇവിടെ നേറ്റീവ് ക്ലിപ്ബോർഡിൽ നാം ആക്റ്റീവ് ആക്കുക. ഇതിപ്പോൾ ഞാൻ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ടാണ് ഇപ്രകാരം വരുന്നത്. അതല്ല എങ്കിൽ ആദ്യം നമുക്കൊരു ട്യൂട്ടോറിയലാണ് വരുന്നത്. നമുക്കിത് സ്കിപ്പ് ചെയ്ത് വിടാവുന്നതാണ്. ഇവിടെ മൂന്നാമത്തെ പേജിൽ കൊടുത്തിരിക്കുന്നത്, നാം ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്ലിപ്ബോർഡിൽ സേവ് ചെയ്തിട്ടുള്ള ഫയലുകൾ, ടെക്സ്റ്റുകൾ, അത് നമുക്ക് നമ്മുടെ കീബോർഡിന്റെ താഴെ കൊണ്ടുവരാൻ വേണ്ടി ഏത് ഓപ്ഷൻ സ്വീകരിക്കണം എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് ഡബിൾ ടാപ്പ് ആണ്. അപ്പോൾ ഇവിടെ ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് താഴെ ക്ലിപ്ബോർഡ് കാണാൻ സാധിക്കുന്നതാണ്. ഈ ആരോ ചിഹ്നത്തിൽ നാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറിപ്പോകുന്നതുമാണ്. പിന്നെ ഇവിടെ തീം മാറ്റാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഫോണ്ടിന്റെയും ആ കീബോർഡിന്റെയും ക്ലിപ്ബോർഡിന്റെയും സൈസ് മാറ്റാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ നമുക്ക് ആ ക്ലിപ്ബോർഡ് നമ്മുടെ ടൈപ്പ് ബോക്സിന് താഴെ ഒന്ന് കൊണ്ടുവന്ന് നോക്കാം. ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നാം ഇവിടെ ഡബിൾ ടാപ്പ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ക്ലിപ്ബോർഡ് ഇവിടെ കാണാൻ സാധിക്കും. ഇതിപ്പോൾ ഞാനൊന്നും കോപ്പി ചെയ്യാത്തതിന്റെ പേരിലാണ് ഇതിപ്പോൾ എംപ്റ്റി ആയിട്ട് കാണുന്നത്. ഇവിടെ നമുക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്ത ശേഷം അത് കോപ്പി ചെയ്യുന്നു. ടെക്സ്റ്റ് കോപ്പി ടു ക്ലിപ്ബോർഡ് എന്ന് എഴുതി കാണിച്ചു. ഇവിടെ ഞാൻ ഒന്നുകൂടി ഡബിൾ ടാപ്പ് ചെയ്യുന്നു. ക്ലിപ്ബോർഡിൽ നമുക്ക് നാം കോപ്പി ചെയ്ത ആ ടെക്സ്റ്റ് കാണാൻ സാധിക്കും. നാം ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കത് നമ്മുടെ ടൈപ്പ് ബോക്സിൽ കൊണ്ടുവരാനും സാധിക്കും. നാം ഇതിൽ ലോങ് പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ഓപ്ഷൻസ് കാണാം. ഒന്നാമത്തത് പിൻ ചെയ്യാനുള്ള ഓപ്ഷനാണ്. രണ്ടാമത്തത് നമുക്ക് ഇത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, നമുക്ക് ടൈറ്റിൽ കൊടുത്ത് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. പിന്നെ മൂന്നാമത്തത് നമുക്കിവിടെ ഡിലീറ്റ് ചെയ്യാം, ഇത് ഷെയർ ചെയ്യാം, അതിനുള്ള ഓപ്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്. പിന്നെ നാം സേവ് ചെയ്തിട്ടുള്ള ഫയലുകൾ നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള ഒരു ഓപ്ഷനും ഇവിടെ ഉണ്ട്. ഇത്തരത്തിൽ നാം സേവ് ചെയ്തിട്ടുള്ള, നാം കോപ്പി ചെയ്ത് വെച്ചിട്ടുള്ള ഫയലുകൾ നമുക്ക് നമ്മുടെ ടൈപ്പ് ബോക്സിന് താഴെ കൊണ്ടുവരാൻ വളരെ ഉപകാരപ്രദമാകുന്ന ഒരു ആപ്ലിക്കേഷനാണ് നേറ്റീവ് ക്ലിപ്ബോർഡ് മാനേജർ എന്ന ആപ്ലിക്കേഷൻ. ഇത് ആവശ്യമുള്ളവർക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ഇൻസ്റ്റാൾ ചെയ്യാം. അതല്ല എങ്കിൽ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ നിന്നും ലിങ്ക് വഴി ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ബിൻകാസ് മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. ബിൻകാസ് ക്രിയേഷൻസ് എന്ന ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുകയും ഫോളോ ചെയ്യുകയും ചെയ്യുക. മറ്റൊരു പുത്തൻ അറിവുമായി വീണ്ടും കണ്ടുമുട്ടാം.